എല്ലാവരും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാമൂഹികമായും സാങ്കേതികമായും തടഞ്ഞു വെച്ച് ഒറ്റപ്പെടുത്തുന്നതിലൂടെ ഒരു രാജ്യത്തെ തളർത്താമെന്ന അമേരിക്കൻ കുടലചിന്ത ഇറാന്റെ കാര്യത്തിൽ പൂർണ്ണമായും വിജയിക്കാത്തതാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും വില കൂടിയ യുദ്ധവിമാനങ്ങളും അത്യന്താധുനിക യുദ്ധക്കപ്പലുകളും ആക്രമിക്കപ്പെടുന്നതിനും നശിപ്പിക്കപ്പെടുന്നതിനും കാരണമാവുന്നത്. ഇറാനുമേൽ ഇക്കാലമത്രയും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത ഉപരോധമാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിന് ഏതാണ്ട് അന്ത്യം കുറിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ വഷളാക്കാൻ കാരണമായത് എന്ന് വിമർശകർ അമേരിക്കയെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ്. 1990 മുൻപ് അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയ ആയുധങ്ങൾക്കും വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനങ്ങൾ പോലും തകരാറിലായാൽ റിപ്പയർ ചെയ്യാൻ സ്പെയർ പാർട്സുകൾ വാങ്ങാൻ പോലും അനുവാദമില്ലാത്ത വിധം ഉപരോധം തടസ്സമായപ്പോൾ ഇറാൻ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലായിരുന്നു ഇക്കാലം അത്രയും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് പ്രധാനമായും ഇറാന്റെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകമായി ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. ഏതൊരു രാജ്യത്തിന്റെയും ഉപകരണങ്ങൾ വാങ്ങി അത് അഴിച്ച് പഠിച്ച് സ്വന്തം നിലയിൽ മറ്റൊന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതിലൂടെ യഥാർത്ഥ ഉപകരണത്തിന്റെ 10 മടങ്ങ് ശക്തി വർദ്ധിപ്പിക്കാനും ഇറാന് കഴിയുന്നുണ്ട്. അമേരിക്കയെ മറികടക്കുന്ന മിസൈൽ സാങ്കേതികതയിൽ ഇറാൻ ഇന്ന് മികച്ചു നിൽക്കുന്നത് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ കരുത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പോരാട്ടം ആരംഭിക്കുന്നത്. കേവലം ഇറാന്റെ അതീവനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പശ്ചിമേഷ്യൻ ആധിപത്യത്തിന്റെ തലയറക്കാനാണ് ഉയർന്നു വന്നത് എന്ന് അല്പമെങ്കിലും അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അമേരിക്ക ഒരിക്കലും ഒരു പൂർണ്ണ ഉപരോധം കൊണ്ട് ഇറാനെ ഇക്കാലം അത്രയും വീർപ്പ് മുട്ടിക്കില്ലായിരുന്നു എന്ന് അമേരിക്കൻ സെനറ്റർമാർ വരെ ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർ കുറേയൊക്കെ ഉപരോധം അയച്ചു കൊടുത്തേനെ. എന്നാൽ കടുംപിടുത്തം പിടിച്ചത് കൊണ്ടാണ് അതിൽ ബദൽ മാർഗം അന്വേഷിച്ച് ഇറാൻ പോയത്. അമേരിക്കയെ മറികടക്കുന്ന അതല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ചതാണ് ഇറാനെ തടയാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് കഴിയാത്തതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. വേണ്ടി വന്നാൽ അമേരിക്കയിലെ വൈറ്റ് ഹൗസിന് ഞങ്ങൾ ബോംബിടും എന്ന് ഇറാൻ ട്രംപിനെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ ശക്തി കൊണ്ടും സാങ്കേതികത കൊണ്ടും ഇറാൻ അമേരിക്കയെ മറികടന്നു എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. അതും ഇറാനിൽ നിന്നും മിസൈൽ വാഷിംഗ്ടണിൽ എത്തിക്കും എന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത്. പ്രവർത്തിക്കാൻ കഴിയുന്നതിന് മാത്രമേ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുള്ളൂ എന്ന് ലോകം ഇതിനകം തന്നെ ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ജൂതരാജ്യം ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചതാണ് ഇപ്പോൾ അവരുടെ നഗരങ്ങൾ തകർന്നടിയുന്നതിനും അതിനടിയിൽപ്പെട്ട് ജൂതർക്ക് മരണം ഉൽകേണ്ടി വരുന്നതും. അതുകൊണ്ട് ഇറാനിയൻ മിസൈലുകൾ വാഷിംഗ്ടണിൽ വീഴ്ത്തുക എന്ന ഘട്ടത്തിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ് ഉത്തമം. ഇറാൻ രഹസ്യാന്വേഷണ ശൃംഖലയുടെ പല കോഡുകൾ പോലും ഡീകോഡ് ചെയ്യാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയാത്തതാണ്. ഒരു നീക്കവും കണ്ടെത്താൻ കഴിയാത്തത് മുതൽ അവരുടെ പ്രോക്സികളുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ തടസ്സമാകുന്നതിന് വരെയുള്ള കാരണം. ഇന്ന് ഇറാന്റെ ഈ പ്രോക്സികളെ ഉപയോഗിച്ച് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഇറാൻ പറയുന്ന തരത്തിൽ ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് കഴിയും. അമേരിക്കയ്ക്ക് ഇറാന്റെ ഭീഷണിയുണ്ടെന്ന് ട്രംപിന് പോലും സമ്മതിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഇറാൻ ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്ന പേരിൽ ഒരു ആഭ്യന്തര ഇന്റർനെറ്റ് ശൃംഖല അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടി അമേരിക്ക അവരുടെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടാലും ഇറാനിലെ ബാങ്കിങ്, സർക്കാർ സേവനങ്ങൾ, വാർത്താവിനിമയം എന്നിവ ഒരിക്കലും തടസ്സപ്പെടുന്നില്ല. ഇറാന് ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം, എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ തുടങ്ങിയ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾക്ക് പലപ്പോഴും നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനു പകരമായി റുബിക എന്ന ആപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഗൂഗിളും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവർ റുബിക ഉപയോഗിക്കും. ഒരു കുഴപ്പമില്ല. അതുപോലെ നമ്മുടെയൊക്കെ നാട്ടിൽ ഊബർ, ഓല പോലുള്ള ടാക്സി സംവിധാനങ്ങൾ വിളിക്കാനും ഭക്ഷണം ഓർഡർ ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് പകരമായി ഇറാനികൾ സ്നാപ്പ് എന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് വാട്സപ്പ് പോലെ അവർക്ക് വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. തന്നെയുമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗികമായി ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഇന്റൽ തുടങ്ങിയ കമ്പനികൾക്ക് ഇറാനിൽ നേരിട്ട് ബിസിനസ് ചെയ്യാൻ അനുവാദമില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ദുബായ് പോലുള്ള രാജ്യങ്ങൾ വഴി കള്ളക്കടത്തിലൂടെ വൻതോതിൽ ഐഫോണുകളും അമേരിക്കൻ ലാപ്ടോപ്പുകളും ഇറാനിൽ എത്തുന്നുണ്ട്. അവിടെ ഒന്നുമില്ല എന്ന് എല്ലാവരും പറയുമെങ്കിലും നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെയധികം അളവിൽ ഇറാനികൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ വർക്ക് ചെയ്യാൻ വിൻഡോസ്, ലിനക്സ്, iOS തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പൈറേറ്റഡ് കോപ്പികളാണ് അവർ ഇറാനിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ നിയമ നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ഉപയോഗങ്ങളെ അവർക്ക് തടയാനും കഴിയില്ല. അവരുടെ സാധനങ്ങൾ ഇറാനികൾ ചുമ്മാ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരികയാണ്. അതുപോലെ അതിപ്രധാനമായ മറ്റൊരു കാര്യമാണ് ഇറാൻ്റെ സൈബർ സുരക്ഷ.
ഈ ആയുധങ്ങളും ഈ ടെക്നോളജി എല്ലാം ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, ഇതെല്ലാം വല്ലവനും കയറി ചുരണ്ടാതിരിക്കാനും നശിപ്പിച്ച് കളയാതിരിക്കാനും വളരെ സെക്യൂരിറ്റി വേണ്ടി വരും. ഇറാന്റെ നെറ്റ്വർക്കുകളിലും സർക്കാർ വെബ്സൈറ്റുകളിലും നുഴഞ്ഞു കയറാൻ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഹാക്കർമാർ കാലങ്ങളായി ശ്രമിച്ചിട്ടും അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഫയർവാളുകളും സുരക്ഷാ സോഫ്റ്റ്വെയറുകളുമാണ്. പകരം അമേരിക്കൻ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിൻ്റെ സൈബർ കേന്ദ്രങ്ങളിൽ ഇറാനിയൻ ഹാക്കർമാർ മിക്കപ്പോഴും നുഴഞ്ഞു കയറുകയും അവരുടെ സൈനിക രാഷ്ട്രീയ രഹസ്യ തന്ത്രങ്ങൾ വരെ മോഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജൂണിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാക്കിയ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയതായിട്ട് വലിയ വാർത്തയുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിനെ ചെറിയ തോതിലെങ്കിലും ഇറാനെ തകർക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിൻ്റെ യുദ്ധരഹസ്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി ബദൽ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഇറാന് കഴിഞ്ഞതുകൊണ്ടാണ്. ഇറാൻ ഇതുവരെയായി സാധാരണയായി മിസൈൽ സാങ്കേതിക വിദ്യയിലും ഉപഗ്രഹ വിക്ഷേപണത്തിലുമൊക്കെ റഷ്യൻ ചൈനീസ് സാങ്കേതിക വിദ്യകളുടെ സഹായം തേടുന്നതിനൊപ്പം സ്വന്തം നിലയിൽ ഇപ്പോൾ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൂട്ടുകെട്ടിലൂടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ മുന്നേറാൻ ഇറാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഒരു രാജ്യം എങ്ങനെ സ്വയം വളർന്ന് ശക്തരാകണമെന്ന് ഇറാൻ ലോകത്തെ പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അല്ലാതെ കുറേ വിദേശ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി ഞങ്ങൾ വളരെ ശക്തരാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിവെച്ചവൻ അമേരിക്കയെ വെല്ലുവിളിക്കാൻ നടന്നാൽ വല്ല രക്ഷയുണ്ടോ? അടിക്ക് തൂഫാനാക്കി കളയും. അതുകൊണ്ട് ഈ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയൊക്കെ ആയുധങ്ങൾ മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ വലിയ ശക്തരാണ്, ലോകത്തെ വൻശക്തിയാണ് എന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ്, ഒരു കാര്യമില്ല. ആ ടെക്നോളജി അമേരിക്കയിൽ നിന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ഈ വാങ്ങിയവരുടെ എല്ലാം ആയുധങ്ങളോ അല്ലെങ്കിൽ വിമാനങ്ങളോ ഒന്നും അനങ്ങാതെ വരും എന്നുള്ളതാണ് ഏറ്റവും രസം. എന്നാൽ ഇറാനെ സംബന്ധിച്ച് അവരുടെ നെറ്റ്വർക്കുകളിലെ സെർച്ച് എഞ്ചിനുകൾ പോലും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത്. അവരിപ്പോൾ ഗൂഗിളിന് പകരം യൂസ് എന്ന പേരിലുള്ള പ്രാദേശിക എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രാദേശിക വിവരങ്ങൾ പാശ്ചാത്യ ലോകത്തിന് ഒരിക്കലും അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇറാൻ ഉപരോധങ്ങളെ എങ്ങനെ മറികടക്കുന്നു, എന്തൊക്കെ സാങ്കേതിക വിദ്യകളാണ് അവർ നിത്യവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇത്രയും നാൾ അറിയാൻ കഴിയാതെ പോയതും ഇറാനെ ഒറ്റ ദിവസം കൊണ്ട് നിലംപരിശാക്കി തിരിച്ചു പോരാമെന്ന് കരുതി ചെന്ന് കയറി കൊടുത്ത് ആപ്പിലായിട്ട് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒന്നും അറിയാൻ പറ്റില്ല. അവരുടെ വളർച്ച എങ്ങനെയാണെന്നുള്ള വിവരം അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനുള്ള യാതൊരു സംവിധാനവും ഇല്ല. ഇപ്പോൾ അമേരിക്കയുടെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുവെങ്കിൽ നാട്ടിൻപുറത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിലൂടെയെങ്കിലും ഒരു വിവരം അമേരിക്കയ്ക്ക് ചോർത്തിയെടുക്കാൻ കഴിയും. അത് വെച്ച് അന്വേഷിച്ച് ഇവർക്ക് അതിൻ്റെ കറക്റ്റ് സോഴ്സ് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിപ്പോൾ ഒന്നുമില്ല. ഇറാൻ്റെ നെറ്റെല്ലാം അവരുടെ സ്വന്തമാണ്. അമേരിക്കയ്ക്ക് അതിനകത്ത് കയറണമെങ്കിൽ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണ്ടി വരും. അതുകൊണ്ടാണ് ഇവർക്ക് ഈ വിവരങ്ങളൊന്നും അറിയാൻ കഴിയാതെ പോയത്. നമ്മുടെ നാട്ടുപുറങ്ങളിലെ ചായക്കടലിൽ ഇരുന്ന് പറയുന്ന രാഷ്ട്രീയം പോലും അമേരിക്കൻ ഇൻ്റലിജൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് വീക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് പുറം ലോകത്തെ അറിയിച്ചപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. ഇന്നും ഇക്കാര്യം സംഭവിക്കുന്നുണ്ട് കേട്ടോ. അമേരിക്കൻ ഉപകരണങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്നവനെ ഇതിൻ്റെ എല്ലാം ഉടമയായ അമേരിക്കയ്ക്ക് നിസ്സാരമായിട്ട് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇറാനികൾ നാവിഗേഷന് ഗൂഗിൾ മാപ്പിന് പകരം സ്വന്തമായി ഉണ്ടാക്കിയ നെഷാർ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത് OS, ആൻഡ്രോയിഡ് എന്നിവയിലാണെങ്കിലും അവയിൽ സ്വന്തം മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഇറാനെ വഴിതെറ്റിക്കാൻ കഴിയുന്നില്ല എന്നോർക്കണം. ഇറാനിലെ ചായക്കട വിശേഷങ്ങൾ അതുകൊണ്ട് അമേരിക്ക അറിയുന്നുമില്ല. ഇത് നമുക്കും വേണേൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, ഇന്ത്യക്കാർക്കും. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അമേരിക്കൻ നെറ്റ്വർക്കുകളുടെയും സെർച്ച് എഞ്ചിനുകളുടെയൊക്കെ സഹായത്താലാണ് ഇറാനിയൻ മിസൈലുകൾക്ക് വഴികാട്ടുന്നത് എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് കൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഈ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനം അപരിചിതമാണെന്ന് ഓർക്കണം. അതിനാൽ ഇറാനിയൻ മിസൈലുകൾ എപ്പോൾ പുറപ്പെടുമെന്നോ എവിടെ വീഴുമെന്നോ പറയാൻ അവർക്ക് കഴിയുന്നില്ല. മിസൈല് പുറപ്പെട്ടു കഴിയുമ്പോൾ മാത്രമേ അത് കണ്ടെത്താൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കൊക്കെ കഴിയുന്നുള്ളൂ. അതിനാൽ തടയുക എന്നത് ശ്രമകരമായ ജോലിയാവുകയും അത് തടയാൻ കൂടുതൽ വില കൂടിയ മിസൈലുകൾ ചിലവഴിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ അടിസ്ഥാന ഘടന ആഗോളതലത്തിൽ ഒന്നായതുകൊണ്ട് അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അസാധ്യം തന്നെയാണ്. എന്നാൽ ഉപരോധങ്ങളെ മറികടക്കാനും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാനും ഇറാൻ വലിയ തോതിൽ അതിന് സമാന്തരമായ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. വാട്സപ്പിന് പകരമായി ബെയില്, സൗറാഷ് എന്നിവ ഉപയോഗിക്കുകയും അവ ഇറാനിലെ ബാങ്കിംഗ് സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ അബാരറ്റ് എന്ന സംവിധാനമാണ് യൂട്യൂബിന് പകരമായി ഇറാൻ ഉപയോഗിക്കുന്ന വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സൈബർ സേനകളിൽ ഒന്നായി ഇറാന്റെ സൈബർ ആർമി കണക്കാക്കപ്പെടുന്നുണ്ട്.
അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാനാണ് ഇവർ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇൻട്രാനെറ്റ് എന്ന സുരക്ഷാ കവചം ഇറാന്റെ ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് ഏത് നിമിഷവും ആഗോള ഇന്റർനെറ്റിൽ നിന്നും വേർപെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 35 കൊല്ലത്തെ ഉപരോധം കൊണ്ട് ഇറാനിൽ വളർന്നു വന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധരെ ഇന്ന് ലോകം കൈയടിച്ച് സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. സ്വന്തം ആദർശം അമേരിക്കൻ അടിമത്തത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതാണ് ഇറാൻ ചെയ്ത ഏക തെറ്റ് എന്ന് മനസ്സിലാക്കുക. കൊറിയയും ചൈനയും ഒക്കെ സ്വന്തമായി വികസിപ്പിച്ച നെറ്റ്വർക്കുകളുടെ ധൈര്യത്തിലാണ് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നത് എന്നും ഇക്കൂട്ടത്തിൽ ഓർക്കണം. എന്നാൽ ജാതിമത വർഗീയത പറഞ്ഞും നിറവും പേറ്റുകുലവും നോക്കി തമ്മിലടിച്ചു കൊന്നും ഉണ്ടും ഉറങ്ങിയും റെയിൽപാളത്തിൽ വിസർജിച്ചും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ കഴിയുന്ന 145 കോടി ജനങ്ങൾ ഇപ്പോഴും അമേരിക്കൻ അടിമത്വ ജീവികളാണ് എന്നോർക്കണം. അമേരിക്ക ഒന്ന് കണ്ണുരുട്ടിയാൽ ഭയന്ന് കട്ടിലിനടിയിൽ ഒളിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടേത്. അതിന് കാരണം അമേരിക്കൻ സാങ്കേതിക വിദ്യയിൽ നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്നതിനാലാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹിന്ദു ഉണരണം, മുസ്ലിം ഉണരണം, ക്രിസ്ത്യാനി ഉണരണം, ഉണർന്നെഴുന്നേറ്റിട്ട് പല്ല് തേച്ച് കുളിച്ച് വന്നിരുന്ന് പുട്ടും കടലയും തിന്നണം എന്ന് പറയുന്നതിന് പകരം ഇന്ത്യക്കാർ ഉണരണം, പുതിയ നമ്മുടേതായ സാങ്കേതിക വിദ്യ ഉണ്ടാക്കണം, അതിൻ്റെ അന്തസ്സിൽ ആരെയും ഭയക്കാതെ അഭിമാനത്തോടെ കഴിയണം എന്നൊന്നും പറയാൻ ആരുമില്ല എന്നോർക്കണം. ഇതിനെ ജനിസിൻ്റെ തകരാറ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.